ഇതാ നോക്കിക്കേ, ഞാനിരുന്ന് കഴിക്കുന്നതേ നല്ല ജ്യൂസായിട്ട് ലഡു ആണ് കേട്ടോ. ഇതെങ്ങനെ റെഡിയാക്കണം നമുക്ക് നോക്കാം. ലഡു റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണിൽ താഴെ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഫുഡ് കളർ. ഇനി ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം തിക്കുമല്ല ലൂസല്ലാത്ത രീതിയിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ ചെറിയ ഹോൾസ് ഒരു കയ്യിലെടുക്കുക. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബാറ്റർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾക്കപ്പോൾ കുറച്ച് ബോൾസ് ആയിട്ടായിരിക്കും ഇത് റെഡിയാക്കി കിട്ടുക. ബോൾസ് എല്ലാം എണ്ണ കളഞ്ഞ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ബോൾസ് എല്ലാം പല സൈസിലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് ജസ്റ്റ് ഒറ്റ കറക്ക ഞാൻ എടുത്തിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി. ഇനി ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര എടുക്കാം. ഇതിലേക്ക് അരക്കപ്പ് വെള്ളം, 2 ഏലക്ക ചതച്ചത്, ആവശ്യത്തിന് ഫുഡ് കളർ. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര എല്ലാം അതിന് പറ്റിച്ചെടുത്തതിന് ശേഷം നട്ട്സ് എന്തെങ്കിലും ക്രഷ് ചെയ്തിടാം. ഞാനിവിടെ കാഷ്നട്ടാണ് ചേർത്തിരിക്കുന്നത്. ചൂടാറിയതിനു ശേഷം ലഡുവിൻ്റെ സൈസിലുള്ള ബോൾസാക്കി മാറ്റാം. ബോൾസ് ആക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കയ്യിലൽപ്പം നെയ്യ് പുരട്ടിയതിന് ശേഷം ബോൾസ് ആക്കുന്നതാണ് നല്ലത്. ഇത് നോക്കിക്കേ, കാണാനും കഴിക്കാനും സൂപ്പറായിട്ടുള്ള ലഡു തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ടൈം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്